സുപ്രഭാതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുശ്ശേരിയെക്കുറിച്ചും കൃഷ്ണഗാഥയെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? കൃഷ്ണഗാഥ എഴുതാനുള്ള ചെറുശ്ശേരി എഴുതാനുള്ള ഐതിഹ്യം എന്താ? കൃഷ്ണഗാഥയുടെ എന്താണ്? രാജാവിൻ്റെ ഒപ്പം ചതുരംഗം കളിക്കുമ്പോൾ രാജാവ് തോറ്റുകൊണ്ടിരുന്നു. അപ്പോൾ രാജ്ഞി പാട്ടുപാടി രാജാവിന് ഒരു സൂചന നൽകി. രാജാവ് കളി ജയിച്ചു. അപ്പം ഈ ഈണത്തിലെ രാജ്ഞി താരാട്ട് പാടുന്ന അതേ ഈണത്തിലെ ഒരു കവിത എഴുതി തരുമോ എന്ന് രാജാവ് ചെറുശ്ശേരിയോട് ചോദിച്ചു. ചെറുശ്ശേരി രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഒരു കവിത രചിക്കുകയും കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ആ കഥ ഉൾപ്പെടുത്തിയിട്ട് ചെറുശ്ശേരി എഴുതിയിട്ടുള്ള കവിതയാണ് കൃഷ്ണഗാഥ. കൃഷ്ണൻ്റെ പാട്ടുകൾ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വളരെ എളുപ്പമുള്ളൊരു കവിതയാണ് യശോദയും കണ്ണനും. ആരെ യശോദ? കണ്ണൻ്റെ കണ്ണൻ്റെ വളർത്തമ്മിയാണല്ലേ യശോദ. സ്വന്തന്മാരാണ് ദേവകി, അച്ഛനോ വസുദേവര്. അവർ കംസൻ അവരെ തടവിലാക്കി, തടവറയിലാണല്ലോ അവർ. അപ്പോൾ കംസൻ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വസുദേവർ ഒരു കൊട്ടയിലൊക്കെ ആക്കിയിട്ട് ആരും കാണാതെ ഈ നന്ദഗോപരുടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ് കൃഷ്ണനെ. അങ്ങനെ കൃഷ്ണൻ അവിടെ യശോദയുടെ മകനായിട്ട് വളരെയാണ്. നന്ദഗോപരുടെയും യശോദയുടെയും മകനായിട്ട് കൃഷ്ണൻ അതവിടെ അങ്ങനെ വളർന്ന് വരികയാണ്. അപ്പോൾ കൃഷ്ണന് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നല്ല കുറുമ്പാണ്. അപ്പോൾ ആ കുറുമ്പ് കണ്ടിട്ട് യശോദാമ്മയ്ക്ക് ചിരിയും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ കുട്ടിക്കുറുമ്പുകളാണ് നമുക്ക് ഈ കവിതയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിയോളൂ, ഏത് ഈണത്തിൽ ചെല്ലണം എന്നാണ് പറഞ്ഞത്? ഈ ഈണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറേശ്ശെ ചെറുതായിട്ടൊരു ഉറക്കം വരണ പോലെ തോന്നില്ലേ? അവരാജ്ഞി കുട്ടിയെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൂളി ഈണാണിത്. അപ്പോൾ ഇതൊരു ഉറക്കുപാട്ട് പോലെ നമുക്ക് തോന്നും ഇതിൻ്റെ ഈണം കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങളും അതേ ഈണത്തിൽ വേണം ഈ കവിത ചൊല്ലി പഠിക്കാൻ. വളരെ എളുപ്പമുള്ളൊരു കവിതയാണ്. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ എങ്ങനെ ചൊല്ലുന്നത് നോക്കണം. നിങ്ങളപ്പോൾ ശ്രദ്ധിച്ചെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിവർന്നിരുന്നിട്ട് ഞാൻ വായിക്കുമ്പോൾ വിരൽ വെച്ച് ഇങ്ങനെ ഓരോ വരുടെ അടി കൂടെ ഇങ്ങനെ നീക്കി വിരൽ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാൻ കിട്ടും. അപ്പോൾ തുടങ്ങാം നമുക്ക്. എല്ലാവരും നോക്കിയിരുന്നോളൂ. പാഠം 11. യശോദയും കണ്ണനും. വെണ്ണയെ കണ്ടോരു കണ്ണൻ താനന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. എന്താ അതിന് അർത്ഥം മനസ്സിലായത് നിങ്ങൾക്ക്? വെണ്ണയെ കണ്ടോരു കണ്ണൻ താനന്നേരം പറഞ്ഞ എന്താണ്? വെണ്ണയെ കണ്ടപ്പോൾ കണ്ണൻ ആ സമയത്ത് എന്താ ചെയ്തത്? വെണ്ണയാണ് കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അല്ലേ? വെണ്ണ കള്ളൻ എന്ന് കണ്ണന് വേറൊരു പേരുണ്ട്. യശോദ കാണാണ്ട് യശോദ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വെണ്ണത്തിൻ്റെ കുടമൊക്കെ എടുത്ത് മുമ്പിൽ പൊട്ടിച്ച് അതൊക്കെ തിന്നാറുണ്ട് അമ്മ കാണാണ്ടല്ലേ? അപ്പോൾ വെണ്ണ എന്ന് പറഞ്ഞാൽ കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഹാരമാണ്, ഭക്ഷണമാണ്. അപ്പോൾ വെണ്ണയെ കണ്ടോരു കണ്ണൻ താനന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ പറഞ്ഞെന്താണ്? വെണ്ണയെ കണ്ടപ്പോൾ കണ്ണൻ ആ സമയത്ത് എന്ത് ചെയ്തു? വെണ്ണില വഞ്ചിച്ചിരിച്ചു ചിരിച്ചു ചൊന്നാൻ എന്നെന്താ? വെണ്ണിലാവ് എന്നെന്താ? വെണ്ണിലാവ് എന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിൽ നിലാവ് അല്ലേ? നിലാവിന് എന്ത് കളറാണ്? വെള്ള നിറല്ലേ? അപ്പം നിലാവും നമ്മുടെ പല്ലിൽ ചിരിക്കുമ്പോഴോ നമ്മുടെ പല്ല് എന്തുപോലെയാണ്? നല്ല വെള്ള നിറത്തിലുള്ള പല്ലാണ് കൃഷ്ണൻ്റെ പല്ല്. അപ്പോൾ വെണ്ണിലാവ് വഞ്ചിച്ചിരിച്ചു ചെന്നാൽ എന്താ? നിലാവിനെ പോലും, ആ വെളുത്ത നിലാവിനെ പോലും തോൽപ്പിക്കുന്ന മനോഹരമായൊരു ചിരിയങ്ങട് ചുണ്ടിൽ ചിരിച്ചു കണ്ണൻ. എന്നിട്ട് ചൊന്നാൻ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു. അപ്പം എന്താ രണ്ടുപേരുടെ അർത്ഥം? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വെണ്ണയെ കണ്ടോരു കണ്ണൻ താനന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. വെണ്ണയെ കണ്ട നേരം കണ്ണൻ്റെ മുഖത്ത് ഇങ്ങനത്തെ ചിരിയാ വന്നത്. സാധാരണ ചിരി ഇങ്ങനത്തെ ചിരിയൊന്നല്ല വന്നേ. എങ്ങനത്തെ ചിരിയാ?
നിലാവിനെ പോലും തോൽപ്പിക്കുന്ന അത്ര മനോഹരമായ ഒരു ചിരി വിടർന്നു കണ്ണൻ്റെ മുഖത്ത്. എന്നിട്ട് കണ്ണൻ ചൊന്നാൻ എന്താ പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കിക്കോളൂ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. അപ്പം യശോദാമ്മ കണ്ണങ്ങനെ പിന്നാലെ നടക്കുക. അമ്മയെ കുറച്ച് വെണ്ണ തരുമോ, കുറച്ച് വെണ്ണ തരുമോ എന്നുകൊണ്ട് പിന്നാലെ നടക്കുമ്പോൾ യശോദാമ്മ പൊറുതിയിട്ട് എന്ത് ചെയ്തു, ഒരു കയ്യിൽ വെണ്ണ വെച്ച് കൊടുത്തു. അപ്പം മുപ്പരെന്താ പറയണേ, കണ്ണെന്താ പറയണേ നോക്കൂട്ടോ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. അമ്മ ഒറ്റ കയ്യിൽ മാത്രം അങ്ങനെ വെണ്ണ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റേ കൈന് സങ്കടമാവില്ലേ? അത് കണ്ടിട്ട് എൻ്റെ മറ്റേ കൈ കരയില്ലേ? കേഴുമല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? കരയില്ലേ? ഒരു കയ്യിൽ മാത്രം എന്താ അമ്മ അങ്ങനെ വെണ്ണ തരണേ? അപ്പോൾ ഈ മറ്റേ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ മറ്റേ കൈന് ആകെ സങ്കടമാവില്ലേ? ഒരു കയ്യിൽ മാത്രം വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈ അത് കണ്ടിട്ട് കരയില്ലേ? കേഴില്ലേ? മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. നോക്കൂ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. അപ്പോൾ കണ്ണൊരു ഉപമ പറഞ്ഞു നോക്കിക്കോളൂ. ആരെ പോലെയാണ് കരയുന്നത്? ഒരു കയ്യിൽ മാത്രം അമ്മ വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കയ്യിലത് കണ്ടിട്ട് സങ്കടവും. എന്തുപോലെയാണ്? അമ്മ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ മാത്രം വെണ്ണ വയ്ക്കുമ്പോൾ എനിക്ക് സങ്കടമാവില്ലേ? അതുപോലെ തന്നെയാണ് ഒരു കയ്യിൽ മാത്രം വെണ്ണ തരുമ്പോൾ മറ്റേ കയ്യിൽ സങ്കടമാവുന്നത്. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ, കണ്ണൻ്റെ മൂത്തത് ഏട്ടൻ ആരാണ്? ബലരാമല്ലേ. അപ്പോൾ ബലരാമൻ്റെ കയ്യിൽ മാത്രം നീ വെണ്ണ വയ്ക്കുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. എന്താ? ദുഃഖിച്ചിട്ട് വിഷമിച്ചിട്ട്. ആർത്തൻ എന്ന് പറഞ്ഞാൽ വിഷമമുള്ളവൻ, ദുഃഖിതൻ എന്നൊക്കെ അർത്ഥം. ആർത്തൻ. അപ്പോൾ അമ്മ ബലരാമേട്ടൻ്റെ കയ്യിൽ മാത്രം വെണ്ണ കൊടുക്കുമ്പോൾ എനിക്ക് അത് കാണുമ്പോൾ സങ്കടമാവും. അപ്പോൾ ഞാൻ ദുഃഖം കൊണ്ട് എന്ത് ചെയ്യും? കരയാറുണ്ട്. അതേപോലെ തന്നെ അമ്മ ഒരു കയ്യിൽ മാത്രം വെണ്ണ വയ്ക്കുമ്പോൾ എൻ്റെ മറ്റേ കയ്യിലും സങ്കടമാവും. എന്താ കണ്ണൻ്റെ കുറുമ്പല്ലേ? സൂത്രം കണ്ടില്ലേ? വെണ്ണ കിട്ടാനുള്ള കണ്ണൻ്റെ ഓരോ സൂത്രങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ള വരികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോൾ എടുത്ത വരി എത്ര വരി എടുത്തിട്ടുണ്ട്? 5-6 വരികൾ എടുത്തിട്ടുണ്ട്. 5-6 വരി നന്നായിട്ട് വായിച്ചാൽ മാത്രം പോരെ, ഇതേ ഈണത്തിൽ തന്നെ വായിച്ച് പഠിക്കണം. അപ്പോൾ ലൈവിൽ ഞാൻ വരുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് വരികളൊക്കെ തെറ്റുകൂടാതെ നല്ല ഈണത്തിൽ ചൊല്ലണം. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് പേപ്പറൊക്കെ നന്നായിട്ട് എഴുതി ഫയൽ ചെയ്ത് വയ്ക്കുക. നോട്ട്സും അക്ഷരം തെറ്റില്ലാണ്ട് എഴുതാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നന്ദി, നമസ്കാരം.